ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അല്ലു ദ മല്ലു കിഡ് വീഡിയോ. ഞാൻ അത്യാവശ്യമായിട്ട് നാട്ടിൽ പോയപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പം നമ്മൾ തിരിച്ചു വന്നേക്കുവാണ് സ്ട്രോങ് ആയിട്ട് ഒന്നും കൂടി വീഡിയോ എടുക്കാൻ. അമ്മമാരെ കഷ്ടപ്പെടുത്താതെ കിച്ചന് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇവിടെ വിളിക്കുന്ന ഷാർജയിലൊക്കെ വിളിക്കുന്ന ഡയമണ്ട് ആണ്. നാട്ടിലൊക്കെ വിളിക്കുന്ന വേറെ പേരായിരിക്കും. കമൻറ്റ് ചെയ്യുന്ന നിങ്ങൾ എന്താ വിളിക്കുന്നതെന്ന്. അപ്പം നമുക്ക് നേരെ വീഡിയോ എടുക്കാം. നമ്മളിപ്പോൾ കിച്ചണിലാണ്. എനിക്ക് സ്റ്റൂളിട്ടേക്കണം, എനിക്ക് പൊക്കയില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്താ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. നമ്മളിപ്പോൾ കിട്ടിയത് കുറച്ച് വെള്ളമുണ്ട് ആവശ്യത്തിന്, ഉപ്പ്, മുട്ട, പിന്നെ മൈദാപ്പൊടി, ഒരു പഞ്ചസാര പൊടിച്ചത്, ഇങ്ങനെ ചെറിയ ചെറിയായിട്ട് പൊടിച്ചത് വേണം. നമുക്ക് കുക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മൈദാമാവ് വേണം, പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഉപ്പ് ഇതിനകത്തോട്ട് കുറച്ച് ഇടണം. ഇങ്ങനെ മതി, ഇത്ര മതി. എന്നിട്ട് ഞങ്ങൾക്ക് സ്പൂൺ എടുത്ത് ഇളക്കാണ് നല്ലതായിട്ട്. കൈ ഇളക്കുന്നില്ല, താരപ്പവും. എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് ഇളക്കണം. ഇങ്ങനെ സ്മൂത്ത് ആയി കണ്ടോ? അങ്ങനെ ചിലപ്പോ സ്മൂത്ത് ആയി കണ്ടോ ഗായ്സ്? നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഇതിനകത്ത് കുറച്ച് ഇങ്ങനെ പൊടി ഒന്ന് വയ്ക്കും. ചിലപ്പോ നിങ്ങൾക്ക് വേണം, ചിലപ്പോ കാണത്തില്ല. ഇതിനകത്തോട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പം ഇതിനകത്തുള്ള പൊടി ഇതിനകത്തോട്ട് പോകും. നമുക്ക് മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിക്കണം. അപ്പം നമുക്ക് മുട്ട ഒഴിക്കാം. മുട്ട ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങോട്ടാക്കണം. എല്ലാം ഇങ്ങോട്ട്. എന്നിട്ട് നമുക്ക് ഇത് കൊണ്ട് നമ്മൾ മുട്ട വെച്ച് കഴിഞ്ഞു. നമ്മളിനി അടുത്തത് കഴിയുമ്പോൾ നേരത്തെ ഫസ്റ്റ് കാണിച്ച് ഒരു പഞ്ചസാര ഒഴിച്ചൊരു പൊടിയാണിത്. നമുക്ക് ഇതിനകത്തോട്ട് ഫുള്ള് ഒഴിക്കാം. ഒഴിച്ച് കഴിഞ്ഞു. ഒന്ന് ഒഴിക്കുമല്ലോ, ഒന്ന് ചെയ്ത് കഴിഞ്ഞു. കുറച്ചും കൂടി ഒന്ന് ഗൈസ്. നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം എടുക്കാം. ഇത്രയും മതി. കുറച്ച് താഴെ ഇളക്കി കൊഴിച്ച് ചപ്പാത്തിയുടെ മാവ് പോലെ ആക്കണം. സൈഡിലൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ട്. ആ മുട്ട കാരണം നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഇങ്ങനെ ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ ആ പൊടിയൊക്കെ പിടിച്ച സ്ഥലത്ത് ഇങ്ങനെയാണ്. കയ്യെ പറ്റിയ കുഴപ്പമൊന്നുമില്ല. നമുക്കത് കൈ അത് പോട്ടെ, കൈ കരക്കാം. അത് എല്ലാ സൈഡിലെ കഴിഞ്ഞ് നമുക്ക് ഇനി നല്ലതായിട്ട് ഇങ്ങനെ ചെയ്യാം. നമ്മൾ ചപ്പാത്തിയുടെ മാവ് പോലെ കൊഴിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഇവിടെ എണ്ണ ഒട്ടി പിടിക്കും. അപ്പം കുറച്ച് വെള്ളം കൂടി പോയി, അതുകൊണ്ടാണ് ഇവിടെ പൊടിയുള്ള അവസ്ഥ. ഇതിനകത്താണെന്ന് വെള്ളം, വലിയ കപ്പായിരുന്നു. കുഞ്ഞിക്കപ്പി ഒഴിച്ചാൽ മതി, മിസ്റ്റേക്ക് ആയിപ്പോയി. നമുക്ക് ഇനി കുറച്ച് നേരം ഇത് അടച്ചു വെക്കാം ഗായ്സ്. അപ്പം നമുക്ക് കുറച്ചേരം അടച്ചു വെച്ചിട്ട് പിന്നെ കാണാം ഗായ്സ്. നമ്മളപ്പോൾ ഒരെണ്ണം ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്, ഡിവൈഡ് ആക്കി. ഒരെണ്ണം ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. അവരുടെ മാവ് ചപ്പാത്തി പോലെ ഇരിക്കുന്ന വേണം. ചപ്പാത്തി മാവ് പോലെ അന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇരിപ്പുണ്ട്. ഇന്നൊക്കെ ഇനി പീസായിട്ട് ഡയമണ്ടിലും മുറിച്ചെടുക്കണം.
മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ ഉണ്ട്, കുറച്ച് വെക്കണം ഗൈസ്. കുറച്ച് കൂടിപ്പോയി തോന്നുന്നു, ഇത്രയും മതി, കൂടിപ്പോയില്ല. ഇതായിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ തീയുടെ അടുത്ത് വരപ്പിക്കല്. നമുക്ക് ഇടാ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടണം. ഓരോന്ന് ഇടണം. രണ്ട് ബബിള് വരുന്നുണ്ട്, ഇപ്പൊ വരുന്നുണ്ട്. ചിലപ്പോ ഒട്ടിപ്പിടിച്ച നമുക്കിത് ഇളക്കണം ഗായ്സ്. നമുക്കിനി കുറച്ച് മിനിറ്റ് എടുത്തിട്ടും വന്നില്ല. നമ്മൾ ലൈറ്റ് ബ്രൗൺ ആണ്, ചിലതൊക്കെ അടിയിൽ കിടക്കുന്ന വന്നായിരിക്കും. ഇവിടെ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ വരണം, ലൈറ്റ് ബ്രൗൺ ആയി വരണം. കുറച്ച് ബ്രൗൺ ആ മതി. നമുക്കിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ പപ്പടം പോലെ ഉണ്ട് ആ ബബിള് കണ്ടിട്ട് ഗൈസ്. നിങ്ങൾക്ക് ആ ബബിൾ ഇത് ഉണ്ടാക്കുവാണെങ്കിൽ വീട്ടില് ആ ബബിൾ ഒന്ന് പൊട്ടിച്ചറിഞ്ഞാൽ മതി. തെറിക്കും ഗൈസ്. അവളെ പൊട്ടിച്ചറിയാൻ ഇങ്ങനെ നിങ്ങൾക്കറിയാം. ഇപ്പം അറിയാം ലൈറ്റ് ബ്രൗൺ ആയെന്ന്. നമുക്ക് ഇങ്ങനെ പാത്രത്തിലോട്ട് ഇടുമ്പോൾ എണ്ണ ഇങ്ങനെ ഇളക്കണം. കുറച്ച് ഇങ്ങനെ ഇവിടെ വെട്ടുമ്പോൾ ഇങ്ങനെ ഇളക്കണം. രണ്ടെണ്ണം ഇളക്കുമ്പോൾ ഇപ്പം ഡ്രൈ ആയ കണ്ടോ ഗൈസ്. നമ്മൾ ഓരോന്നിടത്ത് ഇങ്ങനെ ഇടണം. കുറച്ചും കൂടി ഇടാണ്ട് ഇങ്ങനെ ഓരോന്നിട്ട് ഒന്നിട്ട് എണ്ണ ഇറങ്ങലേട്ടോ ഗൈസ്. പെട്ടെന്ന് എടുത്താൽ എണ്ണ കൂടി വരും, കാലി വീഴും. എന്നാലും പാടാണെങ്കിൽ എല്ലാ കഷ്ടപ്പാടും നമ്മൾ ഡയമണ്ട് ഉണ്ടാക്കി കിട്ടിയ ഗായ്സ്. അതൊക്കെ കഴിച്ചു നോക്കാം. അടിപൊളി. ബിഗ് തംസ് അപ്പ് അടിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം ഗൈസ്. അടിപൊളി. കിച്ചന് ഇഷ്ടപ്പെടണം. അടിപൊളി തന്നെ റെസിപ്പിയൊക്കെ നല്ലതായിട്ട് വരണം. കുറച്ച് വെള്ളം കൂടി പോയി, കുറച്ചൊക്കെ കട്ടിയായിരിക്കും. വെള്ളം കൂടാതെ നോക്കണം ഗൈസ്. അത് കഴിഞ്ഞിട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ടെസ്ലയുടെ വീഡിയോ ഉണ്ട്. ബൈ.